ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വർം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഇതിന് മുമ്പത്തെ ചാപ്റ്റർ നമ്മൾ എന്താണ് പഠിച്ചത്? അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യം തുടങ്ങിയത് നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് കാര്യം പറഞ്ഞത്. ഒന്ന് വാർഡ് സഭ എന്നും പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? വാർഡ് സഭകൾ, നഗര പ്രദേശങ്ങളിൽ വാർഡ് സഭകളും അതുപോലെ ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭകളുമാണ് കൂടുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഈ വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത് ഓരോ 3 മാസം കൂടുമ്പോഴുമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്തെല്ലാം ഓരോ വാർഡിലും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അവരുടെ അഭിപ്രായങ്ങൾ പറയാം, വികസന പദ്ധതികൾ ചർച്ച ചെയ്യാം, ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതും ചർച്ച ചെയ്യാം. ചർച്ച ചെയ്താണ് ഒരു ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്തായിരിക്കും, അതിലായിരിക്കും ഗ്രാമസഭയും വാർഡ് സഭയും വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ ആരുമായിരുന്നു? വാർഡ് മെമ്പറും ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യത്തിൽ നമ്മൾ ആരെ ആശ്രയിക്കാൻ പോകരുത്, ആശ്രയം ആവശ്യമായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ. ആശ്രയം ആവശ്യമാവുന്ന സമയത്തിൽ മാത്രമേ നമ്മൾ അങ്ങനെ ആരെങ്കിലും ആശ്രയിക്കാവൂ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. അത് ക്ലിയർ ആക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, പഞ്ചായത്തിലെ ഭരണം നമ്മുടെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് കുറച്ച് ലോ ആയിപ്പോയി. അപ്പോൾ പിന്നെ അതൊന്ന് ശക്തി പ്രാപിക്കുന്നത് റിട്ടൺ പ്രഭു വന്നതിന് ശേഷമാണ്. പുള്ളി 1882 കൊണ്ടുവന്ന നിയമങ്ങൾ എന്ത് ചെയ്തു? പഞ്ചായത്ത് രാജിനെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നു. അതിനുശേഷം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടും നമ്മുടെ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് പിന്നെ എന്തുമായിരുന്നു? 2 കമ്മിറ്റികളുടെ കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടോ? ആരൊക്കെയായിരുന്നു? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലേ, ആരായിരുന്നത്? അശോക് മേത്ത കമ്മിറ്റിയും. ഓക്കെ, ഇവർ രണ്ടുപേരുമാണ് എന്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ 2 സംവിധാനങ്ങളാണ്. ഒന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും ഒന്ന് അശോക് മേത്ത കമ്മിറ്റിയും. ഇവരിൽ പറഞ്ഞത്? ബൽവന്ത് റായ് മേത്തയുടെ കമ്മിറ്റിക്കകത്താണ് ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം പറഞ്ഞത്. അശോക് മേത്തയുടെയിലാണ് ദ്വിതല പഞ്ചായത്തിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ ഭരണഘടനാ സാധുത നൽകണം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക്, അങ്ങനെയുള്ളതിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇങ്ങനെയുള്ള കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരമാണ് ലാസ്റ്റിൽ എന്ത് പറ്റുന്നത്? ഭരണഘടനയിൽ നമ്മൾ 73ാമതും 74ാമതും ഭേദഗതികൾ വരുന്നത്. ഭരണഘടനയിൽ 73ാമത്തെ ഭേദഗതി എന്തെന്നായിരുന്നു? ഇത് രണ്ടും വരുന്ന വർഷം ഏതായിരുന്നു? 1992 73ാമത്തെ ഭേദഗതി എന്തായിരുന്നു? പഞ്ചായത്തി രാജ് ഭേദഗതിയായിരുന്നു. ഇത് 74 അത് നഗരപാലിക നിയമമായിരുന്നു. 74ലും 74ൻ്റെയും കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ എങ്ങനെ ആയിരിക്കണം പഞ്ചായത്ത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരു നഗരപ്രദേശത്തിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം തന്നെ അധികാര വികേന്ദ്രീകരണം ഏത് രീതിയിൽ നടത്തണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് പറയുന്നത് ഇതിനെല്ലാം ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇത് ത്രിതലം ആയിട്ടാണ് പറയുന്നത്. ഏതാണ്? ഈ പഞ്ചായത്ത് രാജിന്. അതായത് ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പിന്നെ ജില്ലാ പഞ്ചായത്തും ഉണ്ട്. ഈ നഗരപ്രദേശങ്ങളെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നും ഒന്ന് മുനിസിപ്പൽ കൗൺസിൽ എന്നും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ കാലാവധി ഒരു 5 വർഷം കൊണ്ടാണ് കാലാവധി പറഞ്ഞത്. പിന്നെ SC/ST സംഭരണമുണ്ട്, അതുപോലെ തന്നെ സ്ത്രീ സംഭരണവും പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നു? എവിടെ നിന്നാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഈ നമ്മൾ അടയ്ക്കുന്ന ഫീസുകൾ, പിഴകൾ, അതെല്ലാം കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരുകൾ അനുവദിക്കുന്ന ഗ്രാൻറ്റുകൾ, ഫണ്ടുകൾ, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമസഭയും വാർഡ് സഭയും എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൾ വരാത്തതാണെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്റർ എന്തുവാണ്? ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഈ പേര് പോലെ തന്നെയാണ് നമ്മൾ ഭൂപടങ്ങളെ പറ്റിയും
അതിന് ഭൂമിയെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സങ്കേതങ്ങളെ പറ്റിയുമാണ് ഈ ചാപ്റ്റർ ഉള്ളത്. ഇച്ചിരി ലോങ് ആയത് കാരണം ആദ്യത്തെ സെക്ഷനിൽ കുറച്ച് ഭൂപടങ്ങളെ പറ്റി പറയും, അടുത്ത പാർട്ടിലായിരിക്കും ആധുനിക സങ്കേതങ്ങളെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. എന്തുവാണ് ഭൂപടം ഉള്ളതിനെ പറ്റി അറിയാലോ. എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്ത് എഴുതി വെച്ചേക്കുന്നത്? ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് നോക്കാം. മീശപ്പുലി മലയിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര നല്ല രസമായിരുന്നല്ലോ അച്ഛ. അതെ, വളരെ നല്ലൊരു യാത്രയായിരുന്നു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ഭൂപടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് നമുക്കിവിടെ എളുപ്പത്തിൽ എത്താനായത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഗൂഗിൾ മാപ്പിനെയാണ്. അതിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും പൊതുവേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം എന്താണ്? ഗൂഗിൾ മാപ്പാണ്. നമുക്ക് കറക്റ്റിന് വഴിയൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, ഭൂപടങ്ങളും ഗ്ലോബും ഒക്കെ നിരീക്ഷിച്ച് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ ശേഖരിക്കാനും എന്ത് രസമാണ്, കുട്ടി പറയുവാണ്. അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകാനും അവിടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. അതെ, ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ പലതരത്തിലുള്ള ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞതായിരിക്കും കുറെ കൂടെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ്? ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള ഭൂപടങ്ങൾ. അതാണ് ഗൂഗിൾ മാപ്പൊക്കെ വരുന്നത്. ഇനി അടുത്ത യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പോകേണ്ട സ്ഥലങ്ങളും വഴികളും ഭൂപടം ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചാൽ നമുക്ക് സമയവും ലാഭിക്കാം. യാത്ര കൂടുതൽ രസകരമാകുകയും ചെയ്യും, അല്ലേ അച്ഛാ? അപ്പോൾ കൊച്ച് എന്തുവാണ് അടുത്ത ടൂർ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുവാന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന്. ഒരു കുട്ടി തൻ്റെ അച്ഛനോടൊപ്പം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം വായിച്ചല്ലോ. ഓക്കെ, ഭൂപടങ്ങൾ അവരുടെ യാത്രയിൽ എത്രത്തോളം സഹായകമായിരുന്നുവെന്ന് കണ്ടില്ലേ? വാഹനങ്ങളിലും മൊബൈൽ ഫോണിലും ഒക്കെ ഡിജിറ്റൽ ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താണ് പൊതുവേ നമ്മൾ പോകുന്നത്. ഓക്കെ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ PSCയുടെ നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് മീൻസ് സ്കൂളിൻ്റെ പേര് കാണും. അതുപോലെ കോപ്പി ചെയ്ത് ഗൂഗിളിൽ കൊടുക്കുന്നു, ഗൂഗിൾ നമുക്ക് വഴി കാണിച്ചു തരുന്നു. അതൊരു നമ്മൾ പൊതുവേ PSCക്കാരുടെ ഇത് വെച്ച് പറഞ്ഞാണ്. ബാക്കി ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് അടിച്ചു നോക്കി കണ്ടുപിടിക്കാം. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ഥലം അടിക്കുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടിക്കേണ്ടി വരും. ഇപ്പം ഒരു പേരുള്ള സ്ഥലം ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് കാണും. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതറിയാതെ അടിച്ചു കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിലുമുള്ള ഡിജിറ്റൽ ഭൂപടങ്ങൾ നമുക്കറിയാം. യാത്രകളിൽ ഇത്തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്കൂളിലെ സാമൂഹ്യ ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വിവിധ തരം ഭൂപടങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ്. അപ്പം ഭൂപടങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്? എന്തിനൊക്കെയാണ് നമ്മൾ ഭൂപടം നോക്കുന്നത്? ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന്, ഈ സ്ഥലം എവിടാണ്. ഓക്കെ, ഇനി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്. ഇപ്പം എനിക്കൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ എങ്ങോട്ട് പോകാം? പൊന്മുടിക്കാണ് പോകേണ്ടതെന്ന് വെച്ചോ. പൊന്മുടിക്ക് എനിക്ക് പോകണമെങ്കിൽ ആദ്യം ഈ പൊന്മുടി എവിടാണെന്ന് ഞാൻ കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് എനിക്ക് ഏതിലേ പോയാൽ പൊന്മുടിയിൽ എത്താം. അതാണ് അടുത്തത്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന്. വഴി അറിഞ്ഞാലല്ലേ അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ വഴി കണ്ടെത്തണം. ഇനി ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന്. ഇനി അങ്ങോട്ടുള്ള വഴി ഏത് തരത്തിലുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിയാലല്ലേ എനിക്ക് അതിൽ നടന്നു പോകണോ, ഓട്ടോയിൽ പോകണോ, ബൈക്കിൽ പോകണോ, കാറിൽ പോകണോ, അതോ ബസ്സിൽ പോകണോ, ട്രെയിനിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ട്രെയിൻ സർവീസ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഭൂപ്രകൃതിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്താ ഓർത്തേക്കുന്നത്? അതായത് ഇവിടെ ഒരു ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്തുവായിരുന്നു? ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണെന്ന് പറയാം. ഇനി ഇവിടെ എന്തുവാ കൊടുത്തേക്കുന്നത്? ഇത് നമ്മുടെ എന്തിൻ്റെ മാപ്പാണ്? ലോക രാഷ്ട്രീയ ഭൂപടം എന്ന് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ലോക രാഷ്ട്രീയ ഭൂപടത്തിനകത്ത് എന്തെന്നൊക്കെയുണ്ട് നമുക്ക് വലുതാക്കി നോക്കാം എന്തെന്നൊക്കെ ഉണ്ടെന്ന്. ഇതാണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യ. ഇവിടെ ഇന്ത്യ ഈ കാണുന്നതാണ് ഇന്ത്യ. അതായത് ഇത് ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഓരോ രാജ്യങ്ങളുടെയും അതിർത്തി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ വല്ലതും മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഇതിനെ നമ്മൾ ഇനിയും വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? വല്ലതും കാണത്തുണ്ടോ? അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും അതിനകത്തുള്ള കൺട്രികളൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ അടുത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്, അത് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. കടൽ ഇടുക്കുകളുടെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഇതിനകത്ത് കുറേ വരകൾ കാണുന്നുണ്ടോ? അതാണ്ട്
ഈ കാണുന്ന ലൈൻ ഏതായിരുന്നു? ഈ പോകുന്ന ലൈൻ, ഈ പോകുന്നത് എന്താണ്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്, അഥവാ മലയാളത്തിൽ ദക്ഷിണായന രേഖയാണ് കേട്ടോ. ഇനി ഇവിടെ എവിടെ കൂടെ ഒരെണ്ണം കൂടെ കാണുമല്ലോ, ഈ പോകുന്ന ലൈൻ ഇതായിരിക്കും. ഈ പോകുന്നത് എന്താണ്? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയാണ്. ഇനി ഇതാ ഒരെണ്ണം ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചത്തൂടെ പോകുന്നത്, അതായത് ഇന്ത്യയുടെ മധ്യത്തൂടെ കയറി പോകുന്നത് അവിടെ ഇത്, അതായത് ഉത്തരായന രേഖ. ഏതായിരുന്നു ഇതിൻ്റെ വാല്യൂ? 23.5 കട്ടി കൂടിപ്പോയി പിന്നീട് 23.5 ഡിഗ്രി നോർത്ത്. പിന്നെ ഇതെന്തുവായിരുന്നു? 23.5 ഡിഗ്രി സൗത്ത്. ഇത് നമ്മുടെ 0 ഡിഗ്രി തന്നെയല്ലേ. ഏതാണ്ട് മുകളിൽ കൂടെ അതാ ഈ പോകുന്ന എന്തായിരുന്നു? ആർട്ടിക് സർക്കിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 66.5 ഡിഗ്രി നോർത്ത് ആയിരുന്നു. ഇനി ഇവിടെ അന്റാർട്ടിക് സർക്കിളാണ് തന്നെ ഈ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഇവിടെ ഒരു ലൈൻ കൊടുത്തേക്കുന്നുണ്ട് സെൻറ്ററിൽ കൂടെ. ഇത് ഏത് ലൈനാണ് എഴുതിയേക്കുന്നത്? പ്രൈം മെറിഡിയൻ. അതെന്തുവായിരുന്നു? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കൂടിക്കൊണ്ടുപോയി ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു പോകുന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈം മെറിഡിയൻ ഇതെല്ലാം എവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന രാഷ്ട്രീയ ഭൂപടത്തിനകത്തുണ്ട്. ഇനി നമുക്ക് ഗ്ലോബിലോട്ട് പോയി നോക്കാം. ഗ്ലോബിലാണെങ്കിലേ, ഗ്ലോബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കാണത്തുണ്ടോ? ഇതേപോലെ തന്നെ കാണുന്നത്, പക്ഷെ വേറെ രീതിക്കാണ്. ഈ വരകളൊക്കെ എന്താ വളഞ്ഞാണ്ടിരിക്കുന്നത് കണ്ടാ. ഇവിടെ സ്ട്രെയിറ്റ് ലൈനിൽ പോയിരിക്കുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇക്വേറ്ററും ഒക്കെ അവിടെ ആകുമ്പോഴത്തേക്ക് എന്താവും? അതിന് വലുതാക്കി കാണത്തുണ്ടോ എന്തോ? വലുതാക്കി നോക്കാം. എന്താണ് ഇതിൽ ഇക്വേറ്റർ? ഇവിടെ ഇതിനകത്ത് പിക്ചർ ക്ലിയർ അല്ല. ഈ പോകുന്നത് എന്തെന്നാണ്? ഇത് ഇക്വേറ്റർ ആണ്. ഈ പോകുന്നത് നമ്മുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആയിരിക്കും. ഓക്കെ, അതായത് ഇത് ദക്ഷിണായന രേഖ, ഇത് ഭൂമധ്യരേഖ. ഈ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ പോകുന്നു, ഇത് ഈ ലൈൻ അതെന്ന് പറയുന്നത് ഉത്തരായന രേഖ. പിന്നെ ഇനി മുകളിലോട്ടാണ് എന്തുള്ളത്? ഇതെല്ലാം എങ്ങനെയാണ്? റൗണ്ട് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെയിം സാധനം തന്നെ, റൗണ്ട് തന്നെ. പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതിനകത്താണെങ്കിൽ ഓരോ രാജ്യത്തുമുള്ള ഓരോ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ തന്നെയാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കടൽ എവിടെയാണ് അങ്ങനെയുള്ള പൊസിഷൻ മനസ്സിലാക്കുക. ഇച്ചിരി റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നതേ ഉള്ളൂ. ഈ വ്യത്യാസം ക്ലിയർ ആയല്ലോ. നമുക്ക് താഴത്തെ ആ ടേബിളിൻ്റെ സെക്ഷൻ വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് കുറേ കൂടെ ക്ലിയർ ആവും. ഇനി നോക്കാം സൂചനകൾ എന്തൊക്കെയാണ്. ഇതിൽ സൂചനകൾ കൊടുത്തേക്കുന്നത് ആകൃതിയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ രേഖാംശ അക്ഷാംശ രേഖാംശ രേഖകൾ പറയുന്നുണ്ട്. പിന്നെ ഉപയോഗം എന്തൊക്കെയാണ് ഉപയോഗം എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അക്ഷാംശ രേഖാംശ രേഖകൾ ഇതിനകത്തുണ്ട്. ആകൃതി ഓരോ കൺട്രിയുടെയും ഓരോ രാജ്യത്തിൻ്റെ ആകൃതി നമുക്ക് മനസ്സിലാവത്തില്ലേ ഈ പിക്ചർ നോക്കി കഴിയുമ്പോൾ? അതിനകത്ത് പെടും. ഇതിനകത്ത് ഏതൊക്കെയാണ്? ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ചു പട്ടികപ്പെടുത്തു. ഭൂമിയുടെ യഥാർത്ഥ മാതൃക ഏതാണ്? അത് ഗ്ലോബാണ്. ഓക്കെ, ഇനി ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം. ദ്വിമാനം എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷനിലാണ്. അതായത് പേപ്പറിലല്ലേ വരച്ച് വെച്ചേക്കുന്നത്, പരന്നല്ലേ ഇരിക്കുന്നത്. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഭൂപടം എന്ന് പറയും, അഥവാ മാപ്പ്. ഓക്കെ, ഇനി ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം. ഗോളാകൃതിയിൽ എന്ന് പറയുമ്പോഴേ ആരാണ്? ഗ്ലോബാണ്. ഇനി ഭൂമിയുടെ ഭാഗികമോ ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്ര ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. പൂർണ്ണമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആരാണ്? ഗ്ലോബിലാണ്. നമ്മുടെ മാപ്പിലാവുമ്പോൾ ചിലപ്പോൾ ഫുള്ള് കിട്ടണമെന്നില്ല, പരന്നതാണ്. അത് എല്ലാ ഭാഗവും എന്ത് ചെയ്യണമെന്നില്ല, വരത്തില്ല. ചിലപ്പോൾ ചില ഭാഗത്തിൻ്റെ മാത്രമായിരിക്കും വരുന്നത് മാപ്പിൽ. ഇനി രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ പിക്ചറിൽ നേർരേഖ ഏതിലായിരുന്നു? മാപ്പിലല്ലേ. ഇതിലെല്ലാം വളഞ്ഞ രേഖകളല്ലേ കാണപ്പെടുന്നത്. അപ്പോൾ നേർരേഖ ഉള്ളത് ഏതിലാണ്? മാപ്പിലാണ്. ഇനി രേഖാംശ രേഖകൾ അർത്ഥവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിച്ചിരിക്കുന്നു. അതെവിടാണ്? അത് ഗ്ലോബിലാണ്. ഇനി ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരമായിട്ടുള്ളത് ഏതായിരിക്കും? അത് മാപ്പായിരിക്കും. കാര്യം നമുക്ക് ഗ്ലോബ് എന്ന് പറയുന്നതിനകത്ത് നമുക്കിപ്പോൾ ഈ പടത്തിനകത്ത് ഇപ്പോൾ ഇന്ത്യ എടുത്ത് നോക്കിയാലും അവിടെയുള്ള വഴികളൊന്നും കാണാൻ പറ്റുന്നില്ല.
നമ്മൾ അതിന് പകരം എന്ത് വാങ്ങിക്കണം, നമ്മളൊരു ഇന്ത്യയുടെ മാപ്പ് മേടിക്കണം. ഇന്ത്യയിലാണ് നമ്മൾ ടൂർ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണ് നടത്തുന്നതെങ്കിൽ കേരളത്തിൻ്റെ ഒരു മാപ്പ് മേടിക്കണം. എന്നിട്ട് നോക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി എന്തോ പറഞ്ഞേക്കുന്നത് നോക്കാം. അത് ഓക്കെ ആണല്ലേ? ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. എന്ത് ചെയ്തേക്കുന്നത്? ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിച്ചതാണ് എന്ത്? ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ. പരന്ന പ്രതലത്തിലാണ് നമ്മൾ ഈ ഭൂമിയുടെ പ്രതലം ചിത്രീകരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഭൂപടങ്ങളെന്ന് വിളിക്കും. ഒരു ഗോളീയ പ്രതലത്തിലാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അതിന് എന്താണെന്നാവും? അത് ഗ്ലോബാവും. അത്രേ ഉള്ളൂ. ഇനി ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം. നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഭൂപടങ്ങൾ എന്താവും? മാറിക്കൊണ്ടേയിരിക്കും. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഭൂപടം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ സാധാരണ എന്തിനൊക്കെയാണ് നോക്കുന്നത്? ഇതുപോലെ സ്ഥലങ്ങളിൽ പോകുന്നതിന്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറെ എന്തിനൊക്കെ നോക്കും? ഈ മണ്ണിനങ്ങൾ അറിയുന്നതിന് നോക്കാം. പിന്നെ നമുക്ക് മഴ പെയ്യുന്ന സ്ഥലം എവിടെയാണ്, മീൻസ് ഈ കേരളത്തിൻ്റെയിലോ ഇല്ലെങ്കിൽ ഇന്ത്യയിലോ മഴ പെയ്യുന്നത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുവാണ് കൃഷിയുടെ കേസിൽ ഏതൊക്കെ വിളകളാണ്, അല്ലെങ്കിൽ നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏരിയ എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓരോ കാർഷിക വിളകൾ എത്ര വെച്ചൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ആവശ്യം മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് വേണം? പലതരത്തിലുള്ള ഭൂപടങ്ങൾ വേണ്ടി വരും. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഭൂപടങ്ങളെ പ്രധാനമായും ചുവടെ നൽകിയിട്ടുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഭൂപടങ്ങൾ നിറവേറ്റുന്ന ധർമ്മം. ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്. അപ്പോൾ 2 രീതിക്കാണ് പറയുന്നത്. ഒന്ന്, എന്തിനു വേണ്ടി ഈ ഭൂപടം, ഓക്കെ, എന്തുദ്ദേശത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി തയ്യാറാക്കിയിരിക്കുന്ന അളവ് അഥവാ തോത്, തോതിൻ്റെ ബേസിസിലും ഭൂപടങ്ങളെ നമുക്ക് തിരിക്കാം. അപ്പോൾ 2 രീതിക്കാണ് നമ്മൾ ഭൂപടങ്ങളെ വേർതിരിക്കുന്നത്. ഇതാ ഇവിടെ എന്തോ കൊടുത്തേക്കുന്നത്? ഭൂപടത്തിൻ്റെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആദിമ ഭൂപടങ്ങൾ കല്ലുകളിലും തടികളിലും കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിലും മൃഗത്തോലിലും തുണിയിലും അവ നിർമ്മിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്ട് BCE 2500 കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് കരുതപ്പെടുന്നു. മെസപ്പൊട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടമാണത്. അപ്പോൾ നമ്മൾ ഉള്ളതിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കച്ചെന്ന ഭൂപടം എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു കളിമൺ ഫലകത്തിലാണ് വരച്ച ഭൂപടമാണ്. അത് BCE 2500 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്ന് കരുതപ്പെടുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി വിശ്വസിച്ചിരുന്നു. അതനുസരിച്ച് ഒരു ഭൂപടം നിർമ്മിക്കാൻ ടോളമി ശ്രമിച്ചിരുന്നു. അപ്പോൾ ആരാ വിശ്വസിച്ചിരുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന്? ടോളമി. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞു? പുള്ളി എന്നിട്ട് എന്ത് ചെയ്തു? ഉരുണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു ഉരുണ്ട രീതിക്കുള്ള, അതായത് ഇതനുസരിച്ചൊരു ഭൂപടം നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസ് അച്ചടിച്ച് വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതായത് CE 1400, പുള്ളി എന്നാ ജീവിച്ചിരുന്നത്? 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ പുള്ളി എന്ത് വിശ്വസിച്ചു? ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിച്ചിട്ട് അദ്ദേഹം ആരായിരുന്നു? ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായിരുന്നു. എന്നിട്ട് പുള്ളി അതനുസരിച്ചൊരു ഭൂപടം നിർമ്മിക്കാൻ പുള്ളി ശ്രമിച്ചു. CE 1400കളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറംലോകത്തിന് അറിവില്ലായിരുന്നു. അപ്പോൾ 1400 CE-യിലാണ് അദ്ദേഹത്തിൻ്റെ ഭൂപടം പുറത്തു വരുന്നത്. ഓക്കെ, അതിനുശേഷം അവ കൊളംബസ്, കാബട്ട്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറി. അദ്ദേഹം അന്ന് എഴുതിയതും മീൻസ് അല്ലെങ്കിൽ അന്ന് വരച്ചതും CE 1400-ൽ പുറത്തു വന്നതുമായ ഭൂപടമാണ്. പിന്നെ വന്ന ഈ ഭൗമശാസ്ത്ര മീൻസ് വന്ന ഈ മെഗല്ലൻ എന്നൊക്കെ പറയുന്ന നാവികരല്ലായിരുന്നോ? ഇവർക്കൊക്കെ എന്തായത്? ഉറവിടമായത്, അവരുടെയൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് മാറിയത് ഈ പറയുന്ന ഭൂപടമാണെന്ന്. ആരൊക്കെ ഉണ്ട്? കൊളംബസ് ഉണ്ട്, കാബട്ട് ഉണ്ട്, മെഗല്ലൻ ഉണ്ട്, ഡ്രേക്ക് ഉണ്ട്, വെസ്പൂച്ചി ഉണ്ട് എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായി മാറിയത്. ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. അപ്പോൾ പുള്ളി എന്തുമാത്രം ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു കാണും. കാര്യം 2-ാം നൂറ്റാണ്ടിൽ പുള്ളി ഈ മാപ്പ് വരച്ചെന്നുള്ളതാണ്. ഇനി ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപട നിർമ്മാണത്തിന് അടിത്തറ പാകിയത്. ഇപ്പോൾ ഗ്രീക്ക് അറബ് ഭൂമിശാസ്ത്രജ്ഞരാണ് ഇപ്പോഴത്തെ കറൻലി ഉള്ള ഭൂപട നിർമ്മാണത്തിന് അവരാണ് തുടങ്ങിയത്.
അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി കരുതപ്പെടുന്നു. പണ്ട് തൊട്ടേ എന്തുണ്ട്, ഈ ശ്രമങ്ങളുണ്ട്. ഇവിടെ എന്തോ കൊടുത്തേക്കുന്ന പുള്ളി, ഭൂമി ഉരുണ്ടതാണെങ്കിൽ പിന്നെ എങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞ് ടോളമിയുടെ ലോക ഭൂപടമാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, കാസ്പിയൻ, മോറ്, പഴയ പേരുകളായിരിക്കും. ഇൻഡിസിലം, മേയർ, ഇക്വേറ്റർ പുള്ളി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 150 ഡിഗ്രിയിൽ എന്തോ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 30 ഡിഗ്രി മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, 60 ഡിഗ്രിയിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കര ഏതാണ് കടൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് കാണുന്നു. കാരണം പുള്ളിയുടെ ഒരു ലെവലിന് പുള്ളി എന്തുവാണ്, അന്ന് ഡ്രോണൊന്നും ഇല്ല, എന്നിട്ടാണ് പുള്ളി ഏകദേശം ഈ ഫോമിലൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊന്ന് നോക്കി വെച്ചിരുന്നാൽ പുള്ളിയുടെ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സാമൂഹ്യശാസ്ത്ര ലാബിലെ ഭൂപടങ്ങളുടെ തലക്കെട്ടുകൾ, അതായത് ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ ഭൂപടമുണ്ട്, ഭൂപ്രകൃതി ഭൂപടമുണ്ട്, ഗതാഗത ഭൂപടമുണ്ട്, മണ്ണ് ഭൂപടമുണ്ട്. അപ്പോൾ ഓരോ ഭൂപടത്തിനും വ്യത്യസ്ത തലക്കെട്ടുകളാണെന്ന്, അതായത് ആ ഭൂപടം എന്തിനാണോ ഉപയോഗിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള തലക്കെട്ടായിരിക്കും അതിന് കൊടുക്കുന്നത്. ഓരോ ഭൂപടവും നിറവേറ്റുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് എന്ത് കൊടുക്കുന്നത്, തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ജില്ലകളുടെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനാകുന്നില്ലേ? അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നോക്കാം. എന്നാണ്ട് ഇതൊരു കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പാണ്. എന്നാണ്ട് കണ്ടോ, എല്ലാ ജില്ലകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, എല്ലാ ജില്ലകളും ഉണ്ടല്ലോ. ഇനി ഇതെന്തുവാണ്, വില്ലേജ് മാപ്പ് ഓഫ് കേരള എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ കണ്ടോ, കുഞ്ഞുകുഞ്ഞാ വില്ലേജാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഏതാണ് വില്ലേജ് എന്താണെന്നൊന്നും കൊടുത്തിട്ടില്ല, എങ്കിലും ഇത് വില്ലേജ് മാപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഓരോ ജില്ലയുടെയും എന്ത് കിട്ടും, മാപ്പ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇത് ഓരോ ഇതിപ്പോൾ ജില്ല ഏതാ, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഓരോ സെക്ഷൻസ് ആണ്. ഈ കളറ് എന്താണ് എന്തുവാണ്, ഏത് കളറ് എന്താണ് മെൻഷൻ ചെയ്യുന്നത്, എന്തുദ്ദേശിച്ചാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ ഇനി കൂടുതലും മാപ്പിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്ക് ഏകദേശം ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ട് നിർത്തിട്ട് പോകും. ഇവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ ഭൂഖണ്ഡത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ഭൂപടങ്ങൾ നിരീക്ഷിച്ച്, അതായത് ഇതിനൊക്കെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഇന്ത്യയുടെ കേസ് എടുത്ത് ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്, സംസ്ഥാനങ്ങൾ, അതിൻ്റെ തലസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏഷ്യ എടുക്കാം. ഏഷ്യക്കകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളുടെ എല്ലാം ക്യാപിറ്റൽ എന്താണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാമെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്താണ്, ഇത് രാഷ്ട്രീയ ഭൂപടത്തിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതിർത്തികൾ, ഒരു രാജ്യത്തിൻ്റെ അതിർത്തി, ആ അതിർത്തിക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മണ്ണ് ഭൂപടമാകട്ടെ ഒരു പ്രദേശത്തെ വ്യത്യസ്ത ഇനം മണ്ണിനങ്ങളുടെ വിതരണത്തെ കാണിക്കുന്നതിനാണ് നമ്മൾ മണ്ണ് ഭൂപടം യൂസ് ചെയ്യുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വ്യത്യസ്ത തരം മണ്ണിനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് മണ്ണ് ഭൂപടത്തിൻ്റെ ധർമ്മം. അതായത് ഒരു പ്രദേശത്ത്, അതിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ആരെ എടുക്കാം, നമ്മൾ കേരളത്തിന് തന്നെ എടുക്കാം. അതിൻ്റെ ഒരു മാപ്പ് കുറച്ച് താഴോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി അപ്പം കേരളത്തിൻ്റെ മാപ്പ് ഇവിടെ കാണാം, അത് വരുമ്പോൾ പറയാം, അതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ അവർ മണ്ണിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം മണ്ണ് പറയുന്നതിന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്, ലാറ്ററൈറ്റ് മണ്ണാണെന്നും പറഞ്ഞ് നമ്മൾ ഏതോ ഒരു മാപ്പ് പഠിച്ചതായിട്ട് ഓർക്കുന്നു, എവിടെയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ ആ പ്രദേശത്തുള്ള വ്യത്യസ്ത ഇനം മണ്ണിനങ്ങളെക്കുറിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഭൂപടത്തിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി ഒരു ഭൂപ്രകൃതി ഭൂപടത്തിൻ്റെ ധർമ്മം എന്താണെന്ന് പറയൂ. ഭൂപ്രകൃതി ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഭൂപ്രകൃതി മലമ്പ്രദേശമാണോ, അതുപോലെ വെള്ളമുള്ള തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണോ, അതോ വെള്ളമുള്ള സ്ഥലമാണോ, അങ്ങനെയൊക്കെ ഉള്ളത് ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഭൂപ്രകൃതി ഭൂപടങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭൂപടങ്ങളെ അവ നിർവഹിക്കുന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കും. അതിലുള്ളതാണ് ഒന്ന് ഭൗതിക ഭൂപടങ്ങളും ഒന്ന് സാംസ്കാരിക ഭൂപടങ്ങളും. ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഇനി സാംസ്കാരിക ഭൂപടങ്ങളാണെങ്കിലോ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്.
അതായത് ഉദാഹരണം എന്തൊക്കെ വരും? രാജ്യങ്ങൾ വരും, സംസ്ഥാനങ്ങൾ വരും, ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ, അതുപോലെ റോഡുകൾ, റെയിൽപാതകൾ, തുറമുഖങ്ങൾ, ജനസംഖ്യാ വിതരണം, ഇവയെല്ലാം വരുന്ന എന്തിലാണ്? സാംസ്കാരിക ഭൂപടങ്ങളിലാണ്. അപ്പോൾ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ എത്രയായി തിരിക്കുന്നു? രണ്ടായി തിരിക്കുന്നു. ഒന്ന് ഭൗതിക ഭൂപടങ്ങളും അടുത്തത് സാംസ്കാരിക ഭൂപടങ്ങളും. ഭൗതിക ഭൂപടത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഭൂപ്രകൃതി കാണും, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ. ഇനി സാംസ്കാരിക ഭൂപടത്തിലാണെങ്കിലോ അതിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകളാണ് റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പിന്നെ എന്തെന്നൊക്കെയുണ്ട്? രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, ജില്ലകൾ, അതെല്ലാം ഇതിനകത്ത് വരും, ഒരു സാംസ്കാരിക ഭൂപടത്തിനകത്ത് വരും. ഇനി ഇതാ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ചുവടെ ചേർത്തുള്ള ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങൾ. അത് നമുക്ക് ഓരോന്നത്തെ തരംതിരിക്കാനാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി എന്ത് വെച്ചേക്കുന്നത്? വിവിധ ഭൗമോപരിതല സവിശേഷതകളും അല്ലെങ്കിൽ തരംതിരിക്കാം. ചുവടെ ചേർത്തിട്ടുള്ള ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങളെന്നും സാംസ്കാരിക ഭൂപടങ്ങളെന്നും വേർതിരിച്ചെടുക്കുക. ഭൗതികം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂപ്രകൃതി ഭൂപടം വരും, മണ്ണ് ഭൂപടം വരും, കാലാവസ്ഥ ഭൂപടം വരും, നൈസർഗിക സസ്യജാല ഭൂപടം വരും, നദീവ്യവസ്ഥ ഭൂപടം വരും. രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുന്നത് ഏതാണ്? സാംസ്കാരികമാണ്. ഇത് സാംസ്കാരികമാണ്. ജനസംഖ്യാ ഭൂപടം സാംസ്കാരികമാണ്. സാമ്പത്തിക ഭൂപടം സാംസ്കാരികമാണ്. ഗതാഗത ഭൂപടവും സാംസ്കാരികമാണ്. ഇനി വിവിധ ഭൗമോപരിതല സവിശേഷതകളും അവ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപടങ്ങളുടെ പേരുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെന്ത് ചെയ്യാം? ചേരുംപടി ചേർക്കാനാണ്. മഴയുടെ വിതരണം അറിയാനായിട്ട് ഏതെടുക്കാം? കാലാവസ്ഥ ഭൂപടം എടുത്തൂടെ? ഇനി വനവിസ്തൃതി അറിയണമെങ്കിൽ ഏതെടുക്കണം? നൈസർഗിക സസ്യജാല ഭൂപടം എടുത്തു നോക്കണം. അപ്പോൾ അതിനകത്ത് എത്രത്തോളം വനവിസ്തൃതി ഉണ്ടെന്നൊക്കെ കിട്ടും. ഇനി നെൽപ്പാടങ്ങളുടെ വിതരണം അറിയണമെങ്കിൽ ഏതെടുത്ത് നോക്കണം? കാർഷിക ഭൂപടം എടുത്തു നോക്കണം. ഇനി റോഡ് ശൃംഖലയാണ് അറിയേണ്ടതെങ്കിലോ ഗതാഗത ഭൂപടം എടുത്ത് നോക്കണം. കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉണ്ട്. എന്തിനാണ് അവ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി ഇതാ നിങ്ങൾ ഭൂപടങ്ങളെ കുറേ നമ്മൾ പരിചയപ്പെട്ട്. ഇനി അവ ഓരോന്നിനും വിവിധ ഭൗമോപരിതല സവിശേഷതകളെ പ്രത്യേകം ചിത്രീകരിച്ചിട്ടുള്ളവയാണ്. അതായത് ഓരോ ഭൗതിക സവിശേഷത അനുസരിച്ച് ഓരോ പേരിട്ട് നമ്മൾ ഓരോ ഭൂപടമാക്കി അങ്ങ് വിടും. ഇനി എന്ത് ചെയ്തേക്കുന്നത്? ഇതാ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി പ്രത്യേകം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? അതായത് എല്ലാം കൂടെ ഒന്നിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭൂപടം ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ ഒരു ഭൂപടമുണ്ട്, ഇവിടെ ഒരു ഭൂപടമുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? മണ്ണാണ്. ഇന്ത്യയിലുള്ള വിവിധ തരം മണ്ണിനങ്ങളാണ് ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തെ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ഫോറസ്റ്റ്, അതായത് വനപ്രദേശമാണ് കൊടുത്തിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഭൂപടം കിട്ടിയ സ്ഥിതിക്ക് നമ്മളൊക്കെ ഒന്ന് നോക്കാം. എന്താ കൊടുത്തേക്കുന്നത്? ആദ്യത്തത് അലൂവിയൽ സോയിൽ. എവിടെയൊക്കെ ഉണ്ട് അലൂവിയൽ സോയിൽ? പിക്ചർ വലുതാക്കണോ? കുറച്ച് വലുതാക്കാം. അലൂവിയൽ സോയിൽ ഓക്കെ അല്ലേ? അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് പച്ച കളറാണ്. അതാണ്ട് ഈ ഭാഗത്തുണ്ട്, ഗുജറാത്തിൻ്റെ ഈ ഏരിയ, രാജസ്ഥാനിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ എന്തുവാ? ഇവിടെ ഈ സൈഡ്, അതായത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ. ഇനി അടുത്ത എന്തുവാണ്? ആരിഡ് സോയിൽ. അതെന്ത് വരുന്നത്? അതെവിടെ കിടക്കുന്നത്? ഇല്ലേ, ഇത് വെള്ള കളറാണല്ലേ. ഈ ഭാഗത്താണ് കൊടുത്തേക്കുന്നത്. ഇവിടെ അതായത് ഏകദേശം അതായത് ഈ ഭാഗത്ത് ശകലമുണ്ട്, പിന്നെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, വേറെ വല്ലതും ഉണ്ടോ? ഇവിടെ കുറച്ച് കാണുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ആരിഡ് സോയിലാണ്. പിന്നെ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ്, അതെവിടെ ഉണ്ട്? ഈ സെൻറ്റർ ഏരിയയിലാണ്. അതായത് ഇത് പീഠഭൂമി പ്രദേശമല്ലേ ഇവിടെ? ആ പീഠഭൂമി ഏരിയയിലാണ് കറുത്ത സോയിൽ കൂടുതലും എഴുതിയിരിക്കുന്നത്. അതായത് ഗുജറാത്തിൻ്റെ ഒരു സൈഡിലുണ്ട്, ഈ സൈഡെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇവിടം വരെ കർണാടകയാണ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആ ഏരിയ മുകളിലോട്ട് അങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഇനി എന്തോ എടുത്തേക്കുന്നത്? ലാറ്ററൽ ഫോറസ്റ്റ് സോയിൽ. ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുമ്പം ഇതാണ്, എന്തെന്നാണ് അതിൻ്റെ പേര്? വനമണ്ണ്. അതെന്ന് പറയുന്നത് ഈ ഭാഗം, അതായത് ജമ്മു, ലഡാക്ക്, അതുപോലെ ഉത്തർപ്രദേശ് അല്ലല്ലോ ഇത്, ഉത്തർപ്രദേശ് ഇവിടെ, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗം ഒക്കെ വരുന്നുണ്ട്. ഇനി ലാറ്ററൈറ്റ് സോയിൽ എവിടെയൊക്കെ ഉണ്ട്? അത് ഇവിടെ കേരളത്തിൽ ലാറ്ററൈറ്റ് സോയിലാണ്. പിന്നെ ഈ ലൈൻ ഇങ്ങനത്തെ ലൈനിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ചുണ്ട്, ഈ സൈഡിൽ കുറച്ചുണ്ട്. പിന്നെ എന്ത് കൊടുത്തേക്കുന്നത്? റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ചുമന്ന മണ്ണ്, അത് ഈ ഭാഗത്ത് കൂടുതലുണ്ട്. അതായത് ഏത് ഭാഗമാണ് നമ്മുടെ ഇവിടെ വരുന്നത്? ഏതൊക്കെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബീഹാർ, അങ്ങോട്ട് ബീഹാർ അല്ലല്ലേ, ജാർഖണ്ഡ്, ഒറീസ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ഈ ഏരിയ വരുന്നത്. അവിടെ ഉണ്ട്. പിന്നെ
മണിപ്പൂർ, മേഘാലയ, പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ ബാക്കി ഭാഗം ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്തുവാ നോർത്തേൺ പ്ലെയിൻസ് ആണ് ഈ ഇങ്ങനെ വര ഇട്ട് വെച്ചേക്കുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്ട് ഈ പച്ച കളർ ഇതിൻ്റെ അടിയിൽ കൂടെ ഇല്ലേ, പച്ചയല്ലേ ഇത്, പച്ചയാണെന്നാണ് തോന്നുന്നത്. അതേപോലെ ഈ പിങ്കിൻ്റെ കൂടെയാണ് മുകളിൽ കൂടെയൊക്കെയാണ് എന്ത് വരച്ച് വെക്കുന്നത്, ഈ നോർത്തേൺ പ്ലെയിൻസ് വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയോ? കാര്യം ഇവിടെ വെള്ളയായിരുന്നു കേട്ടോ, ഈ ഭാഗത്ത് വെള്ളയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൂടെ ഈ നോർത്തേൺ പ്ലെയിൻസ് എടുത്ത് വരച്ച കാരണം എന്ത് പറ്റി, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതായിപ്പോയി. അതാണ് പറ്റിയത്. ഇവിടെ ഈ ഭാഗത്ത് എന്താണ്, ഈ വെള്ള കളറാണ് മാർക്ക് ചെയ്തേക്കുന്നത്. വെള്ള കളർ എയറിഡ് സോയിൽ, എനിക്ക് തോന്നുന്നു ഇതാണ് മീൻസ് മരുഭൂമി, ആ മണ്ണുണ്ടല്ലോ അതാണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് ആ ഒരു മാർക്കിങ് കാരണമാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പുറത്ത് വരുന്നത് എന്തെന്നാണ്, ഫോറസ്റ്റ്, പലതരത്തിലുള്ള ഫോറസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഇതേ പ്രശ്നം നമുക്ക് ബാധിക്കുന്നുണ്ട്. കാര്യം ഈ എന്തുവാണ് നോർത്തേൺ പ്ലെയിൻസ് മാർക്ക് ചെയ്ത് കാരണം ഇവിടെ എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത്, ഇവിടെ ഇപ്പം നീല കളറാണ്, അതായത് മാൻഗ്രോവ് ഫോറസ്റ്റ്. ഇതാ ഇവിടെ ഇത് ഈ ഭാഗത്തേ ഉള്ളൂ. അതേപോലെ ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ മാൻഗ്രോവ് എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടൽക്കാട്, വേറെ വല്ലതും ഉണ്ടോ? പിന്നെ ഉള്ളത് എന്താണ് മൗണ്ടൻ ഫോറസ്റ്റ്, അതെന്തുവായിരുന്നു പച്ച കളർ. അതാ ഇത് ഈ ഭാഗത്തെല്ലാം അതാണ് നമ്മുടെ നേരത്തെ എഴുതിയ അത് ആ ലെവലിൽ. പിന്നെ ഇനി വേറെ എന്തുണ്ട്, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്, അതെവിടാ ഈ നീല കളർ കാണുന്നതെല്ലാം അതാണ്. അതിൻ്റെ പുറത്തുകൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ നോർത്തേൺ പ്ലെയിൻസിൻ്റെ വര കിടക്കുന്നത്. ഓക്കെ, ഈ സെക്ഷൻ അതായത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കവർ ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്തുണ്ടത് എന്താണ് ഈ പറയുന്ന ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. പിന്നെ ഉള്ളത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, അതെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ചരിഞ്ഞ് കേരളത്തിലൊക്കെ വരുന്നുണ്ടത്. പിന്നെ ഇപ്പുറത്ത് അരുണാചൽ പ്രദേശ് അല്ലല്ലോ, ഇത് ആസാം, അതുപോലെ താഴോട്ട് മേഘാലയ, എന്താണ് മേഘാലയ, പിന്നെ എൻ്റെ പേരെന്ത് വരുന്നത് മണിപ്പൂർ, മിസോറാം, ത്രിപുര, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് വരുന്നത്. പിന്നെ ഉള്ള എന്തുവാ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ്, അത് വെച്ചാൽ മുൾച്ചെടിയുടേതാണ്. അത് ഇവിടെ ഈ ഏരിയയാണ്. അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെസേർട്ട് ഏരിയയിൽ ഈ പ്ലെയിൻ്റെ മാർക്കിങ് കാരണമാണ് ഇതറിയാൻ വയ്യാത്തത്. ഞാനൊരു മാപ്പ് കണ്ടപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് മാപ്പൊക്കെ വേണ്ട കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ബാക്കി നോക്കാം. ഒന്നാമത്തെ ഭൂപടത്തിൽ ഇന്ത്യയിലെ മണ്ണിനങ്ങളുടെ വിതരണവും രണ്ടാമത്തേതിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണവും ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് ഭൂപടങ്ങളിലുമുള്ള വിവരങ്ങളും ഒരേ ഭൂപടത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ എന്താണ് സംഭവിക്കുക? അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കേസാണ്. കാര്യം ഒന്നാമത് കളർ തമ്മിൽ കലർന്നു പോവും. കാര്യം ഇവിടെയും എന്തുണ്ട്, ഇവിടെ ഫോറസ്റ്റ് സോയിലുണ്ട്, ഇപ്പുറത്ത് ഇവിടെ എന്താണ് മൗണ്ടൻ ഫോറസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോയി ഇതിൽ തിരിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓരോന്നിനും ഓരോ ഭൂപടം തന്നെ വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി എന്ത് വന്നേക്കുന്നത്, അപ്പം ഈ അതായത് രണ്ട് ഭൂപടങ്ങളിലെയും വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് ഏറെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും വിവരശേഖരണം കൂടുതൽ സങ്കീർണമാകുകയും ചെയ്യും. എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അത് നമുക്ക് കണ്ടെത്താൻ പാടാണ്. അതുകൊണ്ടാണ് പ്രധാന ഭൗമോപരിതല സവിശേഷതകൾ ഓരോന്നും പ്രത്യേക ഭൂപടങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രത്യേക വിഷയം മാത്രം പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ എന്തെന്ന് പറയും, വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെന്ന് പറയും. ഒരു പ്രത്യേക വിഷയം മാത്രമേ എന്ത് ചെയ്യത്തുള്ളത്, പ്രതിനിധീകരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്തേക്കുന്നത്, വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ കണ്ടെത്തി തിരിച്ചറിയാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഭൂപടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് എങ്ങനെ വേർതിരിക്കാമെന്നാണ് നോക്കാളെ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചത്, ഒരു ഭൂപടം എന്തിനാണ് അഥവാ ഒരു ഭൂപടത്തിൻ്റെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ രണ്ടായി തിരിച്ചു. എന്തൊക്കെയായിട്ടാണ് തിരിച്ചത്, ഒന്ന് ഭൗതിക ഭൂപടങ്ങളെന്നും ഒന്ന് സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ഭൂപടങ്ങളുടെ നിശ്ചിത അളവ്, ഭൂപടങ്ങളുടെ അളവിനെ അടിസ്ഥാനമാക്കി നമുക്കതിനെ എത്രയായിട്ട് തിരിക്കാം, അതാണ് പറയാൻ പോകുന്നത്. എല്ലാ ഭൂപടങ്ങളും ഒരു നിശ്ചിത അളവ് അഥവാ തോത് അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ചുമ്മാ എടുത്ത് വരയ്ക്കുകയല്ല, ഇതിനൊക്കെ എന്തുണ്ട്, കണക്കുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ തോത്, നമുക്ക് വായിച്ചു നോക്കാം. അതിനെ അവർ പിള്ളേർ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലാസ് മുറിയുടെ അളവ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ക്ലാസ് മുറിയുടെ പടം വരയ്ക്കാൻ. മീൻസ് ക്ലാസ് മുറിക്കകത്ത് എങ്ങനെയാണ് മേശയും ഡെസ്കും ഒക്കെ പറക്കിയിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് മുറിയുടെ ചിത്രം നമ്മൾ മാപ്പിലോട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ് മുറിക്ക് 5 മീറ്റർ നീളവും വീതിയും 10 മീറ്റർ നീളവും ഉണ്ടെന്ന് വെച്ചോ. എങ്കിൽ അതെങ്ങനെ ഒരു കുഞ്ഞു A4 സൈസ് പേപ്പർ വരയ്ക്കും? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്താണ്, 5 മീറ്ററിന് പകരം നമ്മൾ 5 സെൻറ്റിമീറ്റർ എടുക്കും.
10 മീറ്ററിന് വരെ നമ്മൾ 10 സെൻറ്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യും, വരയ്ക്കും. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബെഞ്ചും മേശയുടെയൊക്കെ നീളവും എന്ത് ചെയ്യും, അളന്നിട്ട് അതിനെ എന്തിലോട്ട് മാറ്റും, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി എഴുതും. മീറ്റർ കിട്ടുന്നതിന് എന്തിലോട്ട് മാറ്റും, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി എഴുതി. അപ്പോൾ നമ്മൾ ആ വലിയ അളവിനെ ഒരു ചെറിയ അളവിലോട്ട് മാറ്റി എഴുതിയില്ലേ, അതായത് ഇതിനെയാണ് തോതെന്ന് പറയുന്നത്. അതായത് രൂപരേഖയുടെ തോത്. ഇപ്പം നമ്മൾ വരച്ച ഒരു ക്ലാസ് റൂം വരയ്ക്കുന്നതിന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വരയ്ക്കാനുള്ള ഒരു ക്ലാസ് റൂം, അതിൻ്റെ നീളം 5 മീറ്ററിന് ഞാൻ 5 സെൻറ്റിമീറ്ററും എടുത്ത് വീതി 10 സെൻറ്റിമീറ്ററും എടുത്ത്, എന്നിട്ട് 2 സെൻറ്റിമീറ്റർ വെച്ച് എന്ത് ചെയ്തു, ബെഞ്ച് അടയാളപ്പെടുത്തി വെച്ച്. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. സാറിൻ്റെ ഡെസ്ക് ഒരു സെൻറ്റിമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ കിട്ടിയത് എന്താണ്, ഞാൻ എൻ്റേതായ ഒരു പുതിയ തോത് ഉപയോഗിച്ച് തയ്യാറാക്കിയ രൂപരേഖയാണ്. അതിനകത്ത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മീറ്റർ അല്ലേ. 1 മീറ്ററിന് പകരമല്ലേ, മീൻസ് 5 മീറ്ററിന് പകരമാണ് ഞാൻ 5 സെൻറ്റിമീറ്റർ എടുത്തത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററാണ്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് തോതെന്ന് പറയുന്നത്. 1 സെൻറ്റിമീറ്റർ ക്ലാസ് മുറിയിലെ ഒരു മീറ്ററിനെ സൂചിപ്പിക്കുന്നത്. അതായത് രൂപരേഖയിലെ 1 സെൻറ്റിമീറ്റർ ക്ലാസ് മുറിയിലെ എന്താണ്, 1 മീറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് രൂപരേഖയുടെ തോത്. അപ്പോൾ ഇതേ പരിപാടിയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ഭൂപടത്തിലും യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇതുപോലെ തോതടിസ്ഥാനമാക്കി ഭൂപടങ്ങളും തയ്യാറാക്കുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ തോതടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഭൂപടത്തിൻ്റെ തോത് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഭൂമിയിലെ അളവ് എന്താണ്, ഭൂമിയിലെ യഥാർത്ഥ അകലവും ഭൂപടത്തിലെ അകലവും തമ്മിലുള്ള അനുപാതത്തെയാണ് എന്തെന്ന് പറയുന്നത്, തോതെന്ന് പറയുന്നത്. ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്ററിന് 1 കിലോമീറ്റർ എന്നാണെന്ന് കരുതൂ. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഈ പറയുന്ന എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ഭൂപടത്തിൽ 5 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചോ. അങ്ങനെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അത് എത്ര ദൂരം കാണും, 5 കിലോമീറ്റർ ദൂരം കാണും. ശരിയായോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ അകലം ഭൂമിയിലെ 1 കിലോമീറ്റർ അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തോത് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭൂപടത്തിൽ റോഡിൽ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് നീളമെങ്കിൽ ടോട്ടലി ഭൂമിയിൽ എത്ര കാണും ആ നീളം, അത് 10 കിലോമീറ്റർ കാണും. അപ്പോൾ എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്കുള്ള ഭൂപടത്തിലെ ദൂരം 23 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും, 23 കിലോമീറ്റർ ആയിരിക്കും. ആ മെത്തേഡ് ശരിയായോ? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ യഥാർത്ഥത്തിൽ എത്രയാണ്, 1 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിൽ 23 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂമിയിൽ എത്രയായിരിക്കും, 23 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? തോത് എന്തുവാണെന്ന് നോക്കിയായില്ലേ? ഇനി ഇതാ ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത് നോക്കാം. തോതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപടങ്ങളെ വർഗീകരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. 2 രീതിയിലാണ് വർഗീകരിക്കുന്നത്. ഒന്നെന്താ, വലിയ തോത് ഭൂപടങ്ങളും, ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളും. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇത് മീൻസ് എക്സാമ്പിൾ പറയുമ്പോൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതൊക്കെ തോന്നും. നമുക്കൊന്ന് എന്തുവാണെന്ന് നോക്കാം. വലിയ തോത് ഭൂപടങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചിത്രീകരിക്കാനാണ് വലിയ തോത് ഭൂപടങ്ങൾ ചിത്രീകരിക്കുന്നത്. അതായത് ഒരു പ്രദേശത്തിൻ്റെ ഭൂപടം, അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ ഭൂപടം, ധരാതലീയ ഭൂപടം, ഇതൊക്കെ എന്താണ്, അതെല്ലാം വലിയ തോത് ഭൂപടങ്ങളാണ്. ഒരു ചെറിയ പ്രദേശത്തെയാണ് വലിയ തോത് ഭൂപടം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു വാർഡാണ് എടുക്കുന്നതെന്ന് വെച്ചു. ഒരു വാർഡിൻ്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ മെഷർമെൻറ്റിൽ ആ ഭൂപടം വലിയ തോത് ഭൂപടമായിരിക്കും. അതിനകത്തുള്ള അളവുകൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്ററോ 1/4 കിലോമീറ്ററോ ഒക്കെ കാണത്തുള്ളൂ. അതനുസരിച്ച് ആ ഭൂപടം എന്തായിരിക്കും, ചിലപ്പോൾ വലുതാക്കി ചിലപ്പോൾ ഒരു മേശയുടെ അത്രയും വലിപ്പമുള്ള ഭൂപടമായിരിക്കും എന്ത് വരുന്നത്, ഈ വലിയ തോത് ഭൂപടങ്ങൾ വരുന്നത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന തോത് എന്താണ്, കൂടുതലായിരിക്കും. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററേ വരത്തുള്ളൂ. അപ്പോൾ ടോട്ടലി 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എത്ര കിലോമീറ്റർ ആവും, 2 × 1/2 = 1 കിലോമീറ്റർ ആവും എന്നല്ലോ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 കിലോമീറ്റർ ആവും. അങ്ങനെ ഇനി 1 സെൻറ്റിമീറ്റർ ഇവിടെ വെറും 1/4 കിലോമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ 4 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ ആകുമ്പോഴേ 1 കിലോമീറ്റർ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതെന്ത് വലിയ തോത് ആണെന്ന് പറയുന്നത്. വലിയ തോത് ഭൂപടത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒരു മാപ്പ് എടുത്ത് നോക്കാവേ. അതിലിപ്പോൾ അതായി കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ കോർപ്പറേഷൻ്റെ മാപ്പാണ്. അതിൽ ഏതാണ്ട് ആദ്യം കൊടുത്തിരിക്കുന്നുണ്ട് സ്കെയിൽ = 1 സെൻറ്റിമീറ്റർ = 600 മീറ്ററേ ഉള്ളൂ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എന്താണെന്ന് ഇവിടെ കുറേ കുത്തും കോമയൊക്കെ കൊടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട തോതല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് ഇവിടെ 600 മീറ്ററേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വലിയ ഭൂപടമാണ്. ഗ്യാപ്പ് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, അളന്ന് നോക്കുമ്പോഴത്തേക്ക് എത്ര സെൻറ്റിമീറ്റർ കാണും. ഇപ്പം ഇവിടം തൊട്ട്
ഏതെങ്കിലും ഒരു ലൈൻ നോക്കാം. ഇപ്പം ബ്ലൂ ലൈനാണ് നോക്കുന്നതെന്ന് വെച്ചോ. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഒരു 5-6 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 6 × 600 എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 3600 മീറ്റർ എന്ന് വരും. അഥവാ 3600 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.6 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഇത് മെഷർ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ സ്കെയിൽ കൂടുതലായിരിക്കും. മീൻസ് ഡിസ്റ്റൻസ് കുറവ് മീൻസ് ചെറിയ ഡിസ്റ്റൻസിന് എങ്ങനെ പറയുന്നത്, 1 സെൻറ്റിമീറ്ററിന് 600 മീറ്ററേ ഉള്ളൂ. നമ്മൾ 1 കിലോമീറ്ററോ 1-2 കിലോമീറ്ററോ ഒന്നും കൊടുക്കുന്നില്ല. അത്രയും വലിയ ഡിസ്റ്റൻസിനല്ല നമ്മൾ 1 സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത്. ഒരു ചെറിയ ഡിസ്റ്റൻസിനാണ് 1 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭൂപടത്തിനകത്ത് വലിയ വാല്യൂസ് ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വേറെ വല്ലതും ആക്കുന്നതെന്തോ. നോക്കിയ വലിയ തോത് ഭൂപടങ്ങളിൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളായിരിക്കും ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ തോത് എങ്ങനെ ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്ററേ വരും. അവിടെ ആ തോതും കുറവായിരിക്കും. പക്ഷേ ചെറിയ തോത് ഭൂപടത്തിനകത്ത് എങ്ങനെയാണ്? അതായത് ഇതിൻ്റെ തോത് കുറവല്ലേ, 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്റർ എടുത്തിട്ടുള്ളൂ. ഇവിടെ 1 സെൻറ്റിമീറ്ററിന് 1/4 കിലോമീറ്റർ എടുത്തിട്ടുള്ളൂ. നമ്മൾ കാണിച്ച മാപ്പിനകത്താണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 600 മീറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1 കിലോമീറ്ററും കൊടുത്തിട്ടില്ല. 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 500 മീറ്ററാണ്. 1/4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 250 മീറ്ററാണ് അല്ലേ? അത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തോത് എന്താണ്? ഇതാണ് മീൻസ് തോത് കൂടുതലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഈ സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അതാണ്. ഇനി ചെറിയ തോത് ഭൂപടങ്ങളാണെങ്കിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രമേ ചിത്രീകരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ലോക ഭൂപടമോ ഇന്ത്യ ഭൂപടമോ കേരളത്തിൻ്റെ ഭൂപടമോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ചെറിയ തോതായിരിക്കും. അതിൽ 1 സെൻറ്റിമീറ്റർ, ഒരു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ചിലപ്പോൾ 50 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും. അതായത് നമ്മൾ കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ ആ മാപ്പിനകത്ത് ഡിസ്റ്റൻസ് അളന്ന് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു ചെറിയ പോർഷൻ മാത്രമേ എന്ത് കാണത്തുള്ളൂ. ഇപ്പം ആദ്യത്തെ ഇവിടെ തിരുവനന്തപുരം, ഇത് കൊല്ലമാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 1 കിലോമീറ്ററേ കാണത്തുള്ളൂ ടോട്ടൽ. അപ്പം അതിൻ്റെ തോത് എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ചിലപ്പം 50 കിലോമീറ്റർ എങ്ങാനും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. അവിടെ തോത് ചെറുതായിരിക്കും. ഓക്കെ, എല്ലാം കൂടെ ഒന്നിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ചെറിയ തോത് വേണം യൂസ് ചെയ്യാൻ അല്ലേ? അപ്പോൾ എല്ലാം കൂടെ ഒന്നിൽ ഉൾപ്പെടുപ്പിക്കേണ്ട. ഒരു പ്രത്യേക സ്ഥലത്തിന് ഒരു ഭൂപടം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ നമുക്ക് വലിയ തോത് ഭൂപടം യൂസ് ചെയ്യാം, തോത് കൂട്ടിയെടുക്കാം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ലോക ഭൂപടവും ഇന്ത്യ ഭൂപടവും കേരളത്തിൻ്റെ ഭൂപടവും ഒക്കെ എന്താണ്? അതൊക്കെ ചെറിയ തോത് ഭൂപടങ്ങളും അതുപോലെ ചെറിയ ഒരു തരാതരിയ ഭൂപടമോ വില്ലേജിൻ്റെ ഭൂപടമോ ഒക്കെ എടുക്കുന്നത് എന്താണ്? അത് വലിയ തോത് ഭൂപടങ്ങളുമാണ്. തിരിഞ്ഞു പോകരുത്. പേര് വില്ലേജ് ചെറുതല്ലേ അതുകൊണ്ട് ചെറിയ തോത് ഭൂപടം എന്ന് വിചാരിക്കരുത്. വില്ലേജിൻ്റെ ഭൂപടങ്ങളെല്ലാം വലിയ തോതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്ററൊക്കെ വരത്തുള്ളൂ. അപ്പോൾ വലിയ തോതായിരിക്കും വരുന്നത് നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്ക് വാല്യൂ. ഓക്കെ, പിന്നെ എന്തോടത്തേക്കുന്നത്? ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. വിവിധ തരം ഭൂപടങ്ങൾ, അവയുടെ വർഗീകരണം എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തല്ലോ. ഇനി ഭൂപടങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വിവരശേഖരണം നടത്താമെന്ന് നോക്കാം. ഭൂപടങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതിനെ അഥവാ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂപട വായന എന്ന് പറയുന്നത്. ഭൂപടം വായിക്കാൻ അതിനും ഇച്ചിരി ക്ഷമയൊക്കെ വേണം. എന്തുവാണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന്. അപ്പോൾ എന്തൊക്കെയാണ് ഭൂപട വായനയിൽ ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യം എന്താണ് നോക്കേണ്ടത്? തലക്കെട്ട് നോക്കണം. എന്തിനെ പറ്റിയാണ് തന്നിരിക്കുന്നത്? അതിൻ്റെ എക്സാമ്പിൾ ഒരു ഭൂപടം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ കൊടുത്തേക്കുന്നത്? ഭൂപ്രകൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് 1 നമ്പർ ഇട്ട് വെച്ചേക്കുന്നത്. ഒന്നാമത്തെ കാര്യം തലക്കെട്ടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? തോത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എന്ന് പറഞ്ഞൊരു തോത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് തോത് എന്ന് പറഞ്ഞ് ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? 0, 25, 50 എന്നിട്ട് 100 കിലോമീറ്റർ ഇട്ടേക്കുന്നത്. ഈ വര എന്തുവാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലേ. ചിലപ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്. ഇനി ദിക്ക് എന്തുവായിരുന്നു? ദിക്കില്ലേ, അതാണ് നടക്കുന്നത് ഈ സാധനം. അല്ലെങ്കിൽ നമ്മൾ കണ്ട ഇങ്ങനെ ഒരു കുരിശ് വരച്ച് വെച്ചാലും മതി. ദിക്കിൽ എപ്പോഴും എങ്ങനെയാണ് വരുന്നത്? ദിക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈസ്റ്റും ലെഫ്റ്റ് സൈഡിൽ എന്തുമായിരിക്കും? വെസ്റ്റും ആയിരിക്കും. അതായത് വലത് ഭാഗത്ത് കിഴക്കും ഇടത് ഭാഗത്ത് പടിഞ്ഞാറും മുകളിൽ നോർത്ത് അഥവാ വടക്കും താഴെ ഭാഗത്ത് സൗത്ത് അഥവാ തെക്കുമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുമ്പോൾ ഈ പോകുന്നതെല്ലാം എന്താണ്? കുറുകെയുള്ള രേഖകളല്ലേ അക്ഷാംശ രേഖകൾ. ദാണ്ട അപ്പോൾ ഈ പോകുന്നതെല്ലാം എന്താണ്? അക്ഷാംശ രേഖകളാണ്. പിന്നെ രേഖാംശ രേഖകൾ കാണും. ദാണ്ട ഈ പോകുന്നത് അതായത് കുത്തനെ പോകുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ. അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ. അതായത് എന്തൊക്കെ നിറങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കളർ അടിച്ചിരിക്കുന്നുണ്ടല്ലേ? കുറേ ഭാഗത്ത് ചുവപ്പുണ്ട്, കുറേ ഭാഗത്ത് പച്ചയുണ്ട്, കുറേ ഭാഗത്ത് മഞ്ഞയുണ്ട്. ഇനി എന്ത് കൊടുത്തേക്കുന്നത്? സൂചിക എന്ന് പറഞ്ഞാൽ ഈ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്
ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഇതൊരു അപ്ഡേറ്റ് പോലെ കിടക്കുന്നു. ഒന്നൊന്ന് നോക്കാം. അതായത് നേരത്തെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ടെക്സ്റ്റിൽ 7.5 മീറ്റർ എങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് എഴുതിയിരുന്നത്. തീരപ്രദേശത്തിൻ്റെ നീളം 7.5-നേക്കാൾ കുറവെന്നാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ 7.6 ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. 7.6-നേക്കാൾ കുറവെന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റഡ് ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. 7.6 മീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ തീരപ്രദേശം, 7.6 മീറ്റർ മുതൽ അതുപോലെ 76 മീറ്റർ വരെ ആണെങ്കിൽ അതെന്താണ്? ഇടനാട്. 76 മീറ്ററിന് മുകളിൽ ആണെങ്കിൽ എന്താണ്? മലനാട്. പുതിയ ടെക്സ്റ്റ് വന്നതിന് ശേഷം ഇനി ചോദിക്കുന്നതിന് തിരിച്ച് ചോദിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ 7.5 പഠിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. കറൻറ്റ്ലി ഇപ്പോൾ 7.6 ആക്കിയിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ പോയിന്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി എന്തോ പറയുക, എന്തിൻ്റെ ഭൂപടമായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചൊരു ഭൂപടമായിരുന്നു. ഭൂപ്രകൃതി, മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? 76 മീറ്ററിനെക്കാട്ടി ഉയരത്തിലുള്ളത്. 7.6 മീറ്ററിനും 76 മീറ്ററിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ അതിനെ ഇടനാടെന്ന് പറയും. 7.6 മീറ്ററിനേക്കാൾ താഴെ ഉയരമുള്ളതിനെ നമ്മൾ തീരപ്രദേശമെന്നും പറയും. അപ്പോൾ ഭൂപടത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഓരോ ഘടകവും എപ്രകാരം പ്രയോജനപ്പെടുത്തുന്നു? അതായത് പേരെന്താണ്? ഭൂപ്രകൃതിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭൂപ്രകൃതി ബന്ധപ്പെട്ട ഗ്രാഫാണ്, മാപ്പാണ്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? അതിൻ്റെ തോത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ തോത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് സൂചിക ഏതൊക്കെ അക്ഷാംശങ്ങളുണ്ടോ, രേഖാംശങ്ങളുണ്ടോ, പിന്നെ എന്തുവാണ് അതിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കളർ കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്ത കളറിനെ എല്ലാം എന്ത് കൊടുക്കണം? സൂചികയിൽ രേഖപ്പെടുത്തണം. ഏത് കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ രേഖപ്പെടുത്തണം. ഓക്കെ അല്ലേ? ഇനി ഭൂപടങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തുന്നതിനായി ഓരോ ഘടകവും എപ്രകാരം നമ്മൾ പറഞ്ഞു. ഇനി തലക്കെട്ട്, എന്തിനാണ് തലക്കെട്ട്? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓരോ ഘടകങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ തലക്കെട്ട് എന്തിനാ? ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രധാന ഭൗമോപരിതല സവിശേഷതയാണ് തലക്കെട്ട് സൂചിപ്പിക്കുന്നത്. എന്തിനെക്കുറിച്ചായിരുന്നു നേരത്തെ? അതിൻ്റെ ഭൂപ്രകൃതിയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി നൽകിയിരിക്കുന്ന ഭൂപടത്തിൻ്റെ തലക്കെട്ട് എന്തുവായിരുന്നു? കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പേര്? കേരളം ഭൂപ്രകൃതി. ഇനി നേരത്തെ നമ്മൾ കണ്ടായിരുന്നു? ഒരു ഇന്ത്യയുടെ കണ്ടില്ലായിരുന്നോ? ഇന്ത്യയിലെ മണ്ണ് കണ്ടായിരുന്നു. അപ്പോൾ മണ്ണിനങ്ങൾ ഇന്ത്യ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അതിന്. അതുപോലെ വനവിസ്തൃതി ഇന്ത്യ, അല്ലെങ്കിൽ സ്വാഭാവിക സസ്യജാലം ഇന്ത്യ എന്ന് പറഞ്ഞ് വേണമെങ്കിലും അടുത്ത ആ മാപ്പിന് പേര് കൊടുക്കാമായിരുന്നു. ഇനി തോത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ക്ലിയർ ആക്കാം. തോത് അടിസ്ഥാനമാക്കിയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂതലത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലവും ഭൂപടത്തിലെ അതേ 2 സ്ഥലങ്ങളുടെ അകലവും തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? തോത് എന്ന് പറയുന്നത്. ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഒരു ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് കൃത്യമായി കണക്കാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലം തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ അനുപാതം യൂസ് ചെയ്യാം. നമ്മൾ ഇവർ ഈ താഴെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ട്. ഒരു നൂല് കൊണ്ട് എന്ത് ചെയ്യും? അളന്ന് നോക്കും. അതേ ഷേപ്പിൽ പിടിച്ച് നോക്കിയിട്ട് ആ നൂലിൻ്റെ അകലം എത്രയാണെന്ന് സ്കെയിലിൽ അളന്ന് നോക്കും. എന്നിട്ട് ഈ തന്നിരിക്കുന്ന മാപ്പിൻ്റെ തോത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് വെച്ചിട്ട് ഗുണിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാവും എന്തുമാത്രം ദൂരം ഉണ്ടെന്ന്. ഇനി പിന്നെ എന്താ പറയുക? നദിയുടെയോ റോഡിൻ്റെയോ ഒരു റോഡ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ, ഇതൊരു റോഡാണ് എങ്കിൽ ആ റോഡിന് എത്ര നീളമുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? തോതിലൂടെ കണ്ടെത്താം. ഒരു പാലം ഉണ്ടെങ്കിൽ അതിൻ്റെ നീളം കണ്ടുപിടിക്കാം. റെയിൽപാതയുടെ നീളം കണ്ടുപിടിക്കാം. റോഡിൻ്റെ നീളമല്ലേ ഇത്? ഞാൻ അകലമായിപ്പോയി കണ്ടുപിടിച്ചത്. അതായത് റോഡ് അറിയാലോ, ഒരു പ്രദേശങ്ങൾ കൂടെയാണല്ലോ റോഡ് പോകുന്നത്. ഇങ്ങനെ വരകളായിട്ടായിരിക്കും റോഡ് പോകുന്നത്. റോഡിന് നമുക്ക് എന്ത് മാർക്കിംഗ് കൊടുക്കാമെന്നൊക്കെ പിന്നെ അങ്ങോട്ട് പഠിക്കുവേ. അപ്പോൾ റോഡ് പോകുന്നെങ്കിൽ ആ റോഡിൻ്റെ നീളം കണ്ടുപിടിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അതേപോലെ നദിയുടെ നീളം കണ്ടുപിടിക്കാം. അതുപോലെ ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കി റോഡിൻ്റെ യഥാർത്ഥ നീളം കണ്ടുപിടിച്ചത് ഓർക്കുന്നില്ലേ? അതായത് നമ്മൾ നേരത്തെയൊക്കെ ഇതാക്കുന്നില്ലേ? ആ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരട് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഈ നീളം കറക്റ്റ് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നൂത്ത് നോക്കിയിട്ട് നമ്മൾ സ്കെയിലിട്ട് അളന്ന് നോക്കുക. ഭൂപടത്തിൻ്റെ തോത് നോക്കുക. ആ തോത് അനുസരിച്ച് എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. ഇനി ചരട് ഉപയോഗിച്ച് റോഡിൻ്റെയോ നദിയുടെയോ നീളം കണ്ടെത്തുക. പിന്നീട് ഈ സ്കെയിലിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യുക? അളക്കുക. എന്നിട്ട് ഭൂപടത്തിലെ തോത് അടിസ്ഥാനമാക്കിയിട്ട് യഥാർത്ഥ നീളം കണക്കാക്കുക. ഇവിടെ 7 സെൻറ്റിമീറ്ററാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അളന്ന് നോക്കിയപ്പോൾ 7 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന്. അപ്പോൾ എന്ത് എഴുതിയിരിക്കുന്നത്? എങ്കിൽ ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ ഭൗമോപരിതലത്തിലെ 1 കിലോമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്നുള്ള രീതിക്കാണ് എഴുതിയിരിക്കുന്നത് ആ ഭൂപടത്തിൽ. എങ്കിൽ 7 സെൻറ്റിമീറ്റർ എത്ര കാണും? 7 കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഓക്കെ അല്ലേ? ഇനി
ഭൂപടത്തിൽ തോത് രേഖപ്പെടുത്താൻ പൊതുവെ 3 രീതികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രീതി എന്താണ്? പ്രസ്താവന രീതി. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്നാണ് പറയുന്നത്. പ്രസ്താവന രീതികൾ തോത് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ഉദാഹരണമായി ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ഇങ്ങനെ എഴുതും. മനസ്സിലായോ? നമ്മൾ എഴുതി വെക്കും ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിലെ 1 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കും എന്താണ്? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് ഈക്വലാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന വിധമാണ് ഇവിടെ തോത് എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തുന്നത്. ഭൂപടങ്ങൾ നിരീക്ഷിച്ച് പ്രസ്താവന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തോതുകൾ കണ്ടെത്തി എഴുതും. നമ്മൾ നേരത്തെ അപ്പോൾ കണ്ട ഭൂപടത്തിനകത്ത് എങ്ങനെ എഴുതിയിരുന്നത്? 1 സെന്റിമീറ്റർ സമം 600 മീറ്റർ എന്നല്ലേ എഴുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? പ്രസ്താവനയായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന രീതി ക്ലിയർ ആണല്ലോ. ഭൂപടം എടുത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇനി ഭിന്നക രീതി അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ RF മെത്തേഡ് എന്നാണ് പറയുന്നത്. RF എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ 1:10, 100, 1000, 14 ലക്ഷം, 1 ലക്ഷം എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 1:1 ലക്ഷം എന്ന രീതിയിൽ തോതുകൾ രേഖപ്പെടുത്തുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഭിന്നക രീതി. ഭൂപടത്തിലെ 1 യൂണിറ്റ് ദൂരം ഭൂതലത്തിലെ 10, 100, 1000, 15 ലക്ഷം 1 ലക്ഷം യൂണിറ്റുകൾക്ക് തുല്യമാണെന്നാണ് ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ അനുപാതം എന്ന് പറഞ്ഞാൽ ഈ ഇടുന്ന കുത്തില്ലേ, ഇതിനെയാണ് അനുപാതം എന്ന് പറയുന്നത്. അനുപാതത്തിന് മുൻപ് നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂപടത്തിലെ അകലവും അനുപാതത്തിന് ശേഷം നൽകിയിട്ടുള്ള യൂണിറ്റ് ഭൂതലത്തിലെ അകലവുമായിരിക്കും. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയില്ലേ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണെന്ന് എഴുതിയില്ലേ. ഇപ്പം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? അത് 1000 മീറ്റർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലാക്കുമ്പോൾ എത്ര പൂജ്യമാവും? 1, 2, 3, 4, 5, 10, 100, 1000, 15 ലക്ഷം, 1 ലക്ഷം ആവൂലേ? ആ സെയിം സാധനമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 1 ലക്ഷം സെന്റിമീറ്ററിന് ഈക്വൽ ആണ്, അഥവാ 1 കിലോമീറ്ററിന് ഈക്വൽ ആണെന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1:2, 3, 4, 5. ഓക്കെ ആയ? നേരത്തെ എഴുതിയ അതേ സാധനത്തിന് നമ്മൾ കുറേ കൂടെ രണ്ടിൻ്റെയും വാല്യൂ ഒരേ കണക്കായില്ലേ ഇപ്പോൾ? അതായത് അവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ഭൂപടത്തിൽ 1 യൂണിറ്റ് യഥാർത്ഥത്തിൽ എത്ര യൂണിറ്റ് ആണ്? 1 ലക്ഷം യൂണിറ്റ് ആണെന്ന്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ എന്ന് പറയുന്നതിന് പകരമാണ് ഇതും സെന്റിമീറ്ററിൽ ഇതിനെ സെന്റിമീറ്ററിൽ അങ്ങനെ ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരു ഭിന്നക രൂപത്തിലങ്ങ് എഴുതും. ഓക്കെ ആയോ? കുഴപ്പമില്ലല്ലോ. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ 2 മീറ്ററിനെ കൂടെ നമ്മളങ്ങ് സെന്റിമീറ്ററിലാക്കും. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് തന്നല്ലോ. അപ്പോൾ ഇതെത്ര സെന്റിമീറ്റർ കാണും? 2 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 200 സെന്റിമീറ്റർ കാണും. ഓക്കെ അല്ലേ? അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് ഈക്വലാണ് എന്ന് പറയുമ്പോൾ അത് എഴുതുമ്പോൾ എങ്ങനെയാവും? 1:200 എന്നാവും. ശരിയായില്ലേ? അതുപോലെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? RF അല്ലെങ്കിൽ ഭിന്നക രീതി അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി നോക്കാം. ഇവിടെ ഭൂതലത്തിനും ഭൂപടത്തിലുമുള്ള അകലം ഒരേ ഏകകത്തിലാണ് സൂചിപ്പിക്കുന്നത്. ഈ ഏകകം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെ ഇപ്പോൾ സെന്റിമീറ്ററിലാണെങ്കിൽ ഇപ്പുറത്തും സെന്റിമീറ്റർ തന്നെ ആക്കിയിട്ടായിരിക്കും പറയുന്നതെന്ന്. അപ്പുറത്ത് നമ്മൾ പ്രസ്താവന രീതിയിൽ ഒരു സ്ഥലത്ത് സെന്റിമീറ്റർ, അപ്പുറത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ രണ്ടിനും പറയുന്നത് എന്തിലായിരിക്കും? സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇനി എന്താ ഈ ഏകകം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ, മീറ്റർ, ആ ഏത് യൂണിറ്റിലാണ് കൊടുക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയോ? സെന്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതും. ഇവിടെ പോയോ? ഒരേ ഏകകം ഇവിടെയല്ലേ പറഞ്ഞിരുന്നത്? ഒരേ ഏകകത്തിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഉദാഹരണമായി ഇവിടെ അകലം സൂചിപ്പിക്കുന്നതിനായി സെന്റിമീറ്റർ എന്ന ഏകകമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതൂ. അപ്പോൾ ഈ ഭിന്നക രീതിയിലുള്ള തോത് അർത്ഥമാക്കുന്നത് ഭൂപടത്തിലെ 1 യൂണിറ്റ് അകലം, അതായത് 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1 ലക്ഷം സെന്റിമീറ്റർ അകലത്തെ സൂചിപ്പിക്കുന്നു. 1 ലക്ഷം സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂപടത്തിലെ 1 സെന്റിമീറ്റർ ഭൂതലത്തിലെ 1 ലക്ഷം സെന്റിമീറ്റർ അഥവാ 1 കിലോമീറ്റർ എന്നർത്ഥമാക്കുന്നു. ഈ ഞാൻ പറഞ്ഞ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ നമുക്ക് 1 സെന്റിമീറ്റർ നമ്മൾ വേറൊരു യൂണിറ്റിലാണ് എഴുതിയത്. 1 സെന്റിമീറ്റർ പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന്, രണ്ടിൻ്റെ യൂണിറ്റ് വ്യത്യാസമുണ്ട്. ഈ പറയുന്ന ഭിന്നക രീതിക്കകത്ത് രണ്ടിനെ ഇപ്പോൾ സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്റർ ആക്കിയിട്ടായിരിക്കും എഴുതുന്നത്. ഭിന്നകമായിട്ടാണ് എഴുതുന്നത്. അതിനെയാണ് നമ്മൾ ഈ അനുപാതം കൊടുത്ത് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ എന്ത് കൊടുത്തേക്കുന്നത്? RF
എന്ന ഭിന്നക രീതിയിലുള്ള തോത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എഴുതി നോക്കൂ. 1:2 എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ 1 യൂണിറ്റിന് പകരം 100, 10, 100, 1000, 10,000, ലക്ഷം. 2 ലക്ഷം യൂണിറ്റ്. അതായത് ഭൂപടത്തിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂതലത്തിൽ എത്ര യൂണിറ്റ് ആയിരിക്കും? 2 ലക്ഷം യൂണിറ്റ് ആയിരിക്കും. പിന്നെ അത് അടയാളപ്പെടുത്തുക. ഇനി രേഖീയ രീതിയിലാണ് സാധാരണ അടയാളപ്പെടുത്തുന്നത്. അതായത് ചിത്രത്തിൽ നൽകിയിട്ടുള്ള രീതിയിൽ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്ത്? രേഖീയ രീതി. തോതെന്ന് പറയുമ്പോൾ 0, അതായത് മീറ്ററാണ്. 1000 മീറ്റർ, 500 മീറ്റർ, 0, പിന്നെ 1, 2, 3 അങ്ങനെ 9 കിലോമീറ്റർ വരെ തോതുകളായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രേഖീയ രീതിയിൽ തോതുകൾ അടയാളപ്പെടുത്തും. അതായത് ഇത് 1 മീറ്റർ മീൻസ് 1 കിലോമീറ്റർ, അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എല്ലാം ഓരോ കിലോമീറ്റർ വെച്ചല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്? 1 കിലോമീറ്ററാണ്. ഇനി ഇങ്ങനത്തെ ഗ്യാപ്പ് ആണെങ്കിൽ അത് 500 മീറ്ററും, ഈ ഗ്യാപ്പ് ഇവിടെ തൊട്ട് ഇത്രയും വരുന്നെങ്കിൽ എന്താണ്? 1000 മീറ്ററും ആയിരിക്കും. ആ ലൈനിൻ്റെ ഇതാണ് കാര്യം. ആ ലൈനിൻ്റെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന രീതികൾ തോത് വരച്ച് രേഖപ്പെടുത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? രേഖീയ രീതി എന്ന് പറയുന്നത്. തോത് വരച്ച് രേഖപ്പെടുത്തും. നിരീക്ഷിച്ച് രേഖീയ രീതിയിലുള്ള തോതുകൾ പരിചയപ്പെടാൻ നമുക്ക് എവിടെയെങ്കിലും പരിചയപ്പെടാം. ഇനി അടുത്ത എന്താണ്? ദിക്കുകൾ നോക്കണം. ദിക്കുകളെ പറ്റിയുള്ള ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകളിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ, ഭൂപടത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അത് നോർത്താണ്, അഥവാ വടക്ക് ഭാഗമാണ്. അപ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത്? ഇത് ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഭൂപടം കൊടുത്തിട്ട് ഭൂപടത്തിനകത്ത് എവിടെ എന്തുവാണ് ദിശകൾ മാർക്ക് ചെയ്ത് വെച്ചേക്കും. എവിടെയാണ് നോർത്ത്, എവിടെയാണ് സൗത്ത് എന്ന്. ആ ഭൂപടത്തിൻ്റെ നോർത്തും സൗത്തും ആയിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ മതിയോ? നമ്മൾ കറക്റ്റ് ഭൂപടത്തിൻ്റെ നോർത്തിൽ തന്നെ, നോർത്ത് ഏത് സൈഡിലാണോ ആ നോർത്തിൽ നമ്മൾ നിന്നിട്ട് വേണം ഭൂപടം നോക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ദിശ തെറ്റിപ്പോവും. അതാണ് പറയാൻ പോകുന്നത്. പ്രദേശത്തിൻ്റെ വടക്കിനെ സൂചിപ്പിക്കുന്നു. ഭൂപടത്തിൻ്റെ സഹായത്തോടെ നാം ഒരു യാത്ര പോകുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഒരു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് വടക്ക് കണ്ടെത്തി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വടക്ക് നോക്കി യന്ത്രത്തിന് അനുസൃതമായി ക്രമീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദിശ തെറ്റാതെ സഞ്ചരിക്കാവൂന്ന്. വടക്ക് നോക്കി യന്ത്രം എന്തുവായിരുന്നു? അതെപ്പോഴും വടക്ക് ദിശ മാത്രം കാണിക്കുന്ന ഒരു ഉപകരണമാണ്, ചൈനക്കാരുടെ സംഭാവനയാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭൂപടത്തിനകത്ത് ഇപ്പം വടക്ക് ഇങ്ങോട്ടാണെന്ന് വെച്ചോ, അപ്പം നമ്മൾ എങ്ങോട്ട് പിടിച്ചു വെക്കണം? ഇതിൻ്റെ വടക്ക് എങ്ങോട്ടാണ് കാണിക്കുന്നത്? ആ ദിശയിലോട്ട് വേണം എന്ത് ചെയ്യാൻ? പിടിച്ചു വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ ഭൂപടം നോക്കാൻ. അല്ലെങ്കിൽ കാണിക്കുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? തെറ്റായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഭൗമ സവിശേഷതകളുടെ സ്ഥാനം, അതിൻ്റെ കിടപ്പ്, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ എന്നിവയെ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭൂപട വായനയുടെ ഭാഗമാണ്. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എങ്ങോട്ടാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു സ്കൂളുണ്ട്, സ്കൂൾ മൈതാനമുണ്ട്, കിണറുണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, എന്തോ പോസ്റ്റാണെന്ന് തോന്നുന്നു, പോസ്റ്റ്, ഉദ്യാനമുണ്ട്, ചെടിമരമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് നോർത്ത് എന്ന് കൊടുത്തേക്കുന്നത്. അത് നോർത്ത് ആണെങ്കിൽ താഴെ സൗത്ത് ആയിരിക്കും. റൈറ്റിൽ ആരായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. ലെഫ്റ്റിൽ ആരായിരിക്കും? വെസ്റ്റ് ആയിരിക്കും, അഥവാ പടിഞ്ഞാറ്. ഇനി എന്താ പറയുന്നത്? സ്കൂൾ മൈതാനത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്? സ്കൂൾ മൈതാനം ഇതല്ലേ? മൈതാനത്തിൻ്റെ ഏത് ഭാഗത്താണ്? ഈ ഭാഗം എന്ന് പറയുമ്പോൾ നോർത്തല്ലേ അല്ലേ? ഇനി അടുത്ത് എന്താ എടുത്തേക്കുന്നത്? സ്കൂൾ കെട്ടിടത്തിൻ്റെ ഏത് ദിക്കിലാണ് കുടിവെള്ള സംഭരണി സ്ഥിതി ചെയ്യുന്നത്? കുടിവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ ഈ സാധനമല്ലേ? സ്കൂൾ കെട്ടിടം ഇതല്ലേ? കെട്ടിടത്തിൻ്റെ ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്തല്ലേ? വെസ്റ്റ് ഭാഗത്തല്ലേ? സ്കൂൾ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ഏത് ദിക്കിലേക്ക് സഞ്ചരിച്ചാൽ ശൗചാലയത്തിൽ എത്തിച്ചേരാം? കെട്ടിടം എവിടെ? ഇത് ശൗചാലയം ഏതാ? ഇത് ശൗചാലയം അഥവാ ടോയ്ലറ്റ്. അങ്ങോട്ട് പോകണമെങ്കിൽ എങ്ങോട്ട് പോകണം? കിഴക്കോട്ട് പോകണം. എങ്കിലേ എവിടെ എത്തത്തുള്ളൂ? ടോയ്ലറ്റ് എത്തൂ. ഇനി കിണർ കുടിവെള്ള സംഭരണിയുടെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കിണർ കുടിവെള്ള സംഭരണിയുടെ ഇത് അതിൻ്റെ ഏത് ദിക്കിലാണ് കിണർ? ഈ താഴെ ഭാഗത്തല്ലേ? താഴെ ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്? സൗത്ത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ദിക്ക് കണ്ടെത്തൂ. ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ? കുട്ടികൾ പല ഗ്രൂപ്പുകളായി തിരിക്കുക. ഓരോ ഗ്രൂപ്പിലെ കുട്ടികളുള്ള പരിപാടിയാണ്. അത് നമുക്ക് വിടാം. ഇനി അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, ഇത് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ലോങ് ആയി പോകും. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് കുട്ടികളുടെ ഗെയിം കൂടെ കളിച്ചിട്ട് പോകാം. എന്തുവാണ്? ഓരോ ഗ്രൂപ്പും രൂപരേഖ അടിസ്ഥാനമാക്കി പട്ടികയിൽ നൽകിയിട്ടുള്ളതുപോലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കുക. ഓരോ ഗ്രൂപ്പും അവർക്ക് ലഭിക്കുന്ന അവസരത്തിനനുസരിച്ച് കണ്ടെത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ശരിയായ ഉത്തരം ആദ്യം പറയുന്ന ഗ്രൂപ്പിന് ഒരു സ്കോർ വീതം നൽകും. അതായത് സ്വന്തം സ്കൂളിലെ സ്ഥലങ്ങൾ, പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്. അല്ലാതെ വേറെ കഥയൊന്നും അതിനകത്തില്ല. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇതുവരെ നമ്മൾ ഭൂപടം വായിക്കാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? എന്തിനാണ് ഈ ഭൂപടത്തിൻ്റെ ധർമ്മം അനുസരിച്ച് ഭൂപടങ്ങളെ എത്രയായിട്ട് തിരിക്കും? 2 ആയിട്ട് തിരിക്കും. അതല്ലേ തുടങ്ങിയത്?
ആദ്യം നമ്മൾ ഗ്ലോബിൽ നിന്നാണല്ലോ തുടങ്ങിയത്. ആ പോട്ടെ, ഗ്ലോബും എന്തുവാണ് അല്ലാതെയുള്ള മാപ്പും, രണ്ട് രീതിക്കുള്ള മാപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഭൂപടങ്ങളുടെ ധർമ്മത്തിനെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങളെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടങ്ങളും. ഭൗതിക ഭൂപടങ്ങളിൽ മണ്ണ്, പ്രകൃതി, അതുപോലെ നദികൾ, കാലാവസ്ഥ, അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാംസ്കാരിക ഭൂപടം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ട്? ജനസംഖ്യയുണ്ട്, തുറമുഖമുണ്ട്, റോഡുണ്ട്, റെയിൽപാതയുണ്ട്, ഇതെല്ലാം ഉൾപ്പെടുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ പഠിച്ചു? ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഒരു ഗ്രാഫല്ല ഒരു ഭൂപടത്തിൽ ഒന്നിലധികം വിവരങ്ങൾ ചേർത്തി, മീൻസ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൂപടങ്ങൾ ഒരുമിപ്പിച്ചാൽ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരാവശ്യത്തിന് ഒരു ഭൂപടം എന്ന രീതിക്ക് നമ്മൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ട് വന്നു? തോതിനെ അടിസ്ഥാനമാക്കി. ആദ്യം നമ്മൾ എന്തിന് ഭൂപടം, പിന്നെ തോതിനെ അടിസ്ഥാനമാക്കി ഭൂപടങ്ങളെ എത്രയായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. എത്രയായിട്ട് തിരിക്കായിരുന്നു? രണ്ട് ടൈപ്പായിട്ട് തിരിക്കാം. ഒന്ന് വലിയ തോത് ഭൂപടങ്ങളും ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളും. വലിയ തോത് ഭൂപടങ്ങളിലാണെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും, അത് ധരാതലീയ ഭൂപടവും വില്ലേജ് ഭൂപടമൊക്കെ അതിൽ വരും. അതിൻ്റെ തോത് എങ്ങനെയാണ്? 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1/4 കിലോമീറ്റർ അങ്ങനെ വരയ്ക്കുന്ന ടൈപ്പ് ഭൂപടമായിരിക്കും. ഇതിൻ്റെ തോത് എന്തായിരിക്കും? വലുതായിരിക്കും വരച്ച് വരുമ്പോഴത്തേക്ക്. ഇനി ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ വിവരങ്ങൾ മാത്രമേ ചിത്രീകരിക്കത്തുള്ളൂ. ഈ ലോക ഭൂപടവും ഇന്ത്യ ഭൂപടവും ഒക്കെ എന്താണ്? ചെറിയ തോത് ഭൂപടങ്ങളാണ്. അതിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25 കിലോമീറ്റർ വരെ വരും. എന്ന് വെച്ചാൽ വലിയ എമൗണ്ടിനെയാണ് ഒരു കുഞ്ഞു 1 സെൻറ്റിമീറ്റർ കൊണ്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് തന്നെ കുഞ്ഞ് ചെറിയ തോത് ഭൂപടം എന്ന് പറയുന്നത്. ഈ ഒരു 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൂരമാണ്, അതിനെ 1 സെൻറ്റിമീറ്ററായേ കൊടുത്തിട്ടുള്ളൂ. അതൊരു വലിയ അളവാണ്. അതുകൊണ്ടാണ് തന്നെ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ഭൂപടത്തിനകത്ത് എന്തൊക്കെ കാണും, എന്തൊക്കെ ഉണ്ടാവും? തലക്കെട്ട് കാണും, അതിൻ്റെ തോത് കാണും, ദിക്ക് കാണും, അക്ഷാംശരേഖ കാണും, രേഖാംശരേഖ കാണും, അംഗീകൃതമായിട്ടുള്ള കുറേ നിറങ്ങൾ കാണും. ആ നിറങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സൂചികയും കാണും. അത് കഴിഞ്ഞ് നമ്മൾ തലക്കെട്ട് എന്താണെന്ന് പറഞ്ഞു. എന്തിനെ സൂചിപ്പിക്കുന്ന ഭൂപടമാണോ അതുമായി ബന്ധപ്പെട്ട ഒരു തലക്കെട്ടായിരിക്കും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തോത് പറഞ്ഞു. തോത് എന്തുമായിരുന്നു? ഭൂതലത്തിലുള്ള അളവും നമ്മുടെ ഭൂപടത്തിലുള്ള അളവും തമ്മിലുള്ള ബന്ധമാണ് തോതായിട്ട്. അവർ തമ്മിലുള്ള അനുപാതത്തെയാണ് തോതെന്ന് പറയുന്നത്. അതിന് നമുക്ക് 2 രീതിയിലല്ലേ പറഞ്ഞത്. ഒന്ന് പ്രസ്താവന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ 1 കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ സമം 1 കിലോമീറ്റർ ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഭിന്നക രീതിയിൽ എന്ത് ചെയ്യാം? രണ്ടിനെയും ഒരേപോലെ ആക്കുക. അതായത് 1 സെൻറ്റിമീറ്റർ ആണ് പറയുന്നതെങ്കിൽ അപ്പുറത്തത് എന്തിലാക്കണം? സെൻറ്റിമീറ്ററിലാക്കിയിട്ട് നമ്മൾ അംശബന്ധം ഉപയോഗിച്ച്, അംശബന്ധം എന്നല്ലേ പറഞ്ഞത്, അനുപാതം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭിന്നക രീതി ഭൂപടം അല്ലെങ്കിൽ ഭിന്നക രീതിയിലുള്ള എഴുത്ത് തോതിനെ എഴുതുന്നത്. പിന്നെ രേഖീയ രീതി എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ മാർക്ക് ചെയ്തായിരിക്കും എഴുതുന്നത് രേഖീയ രീതി. ഇനി അടുത്തത് ദിക്കുകൾ പറഞ്ഞു. ദിക്കുകൾ നമുക്ക് വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടെ ആദ്യം നമ്മൾ വടക്ക് കണ്ടുപിടിച്ചിട്ട് മാപ്പിലുള്ള വടക്ക് എവിടാണോ അത് ഇതുമായിട്ട് ഒരേ രീതിക്ക് വെച്ച് വേണം മാപ്പുകൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ദിശ തെറ്റും. പിന്നെ അതൊക്കെയാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും പിന്നെ ഉള്ള കുറേ ആധുനിക സങ്കേതങ്ങളും നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.